തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കുട്ടിയെ കുറ്റപ്പെടുന്നതിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് കുട്ടിക്ക് അബദ്ധം പറ്റിയതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. വൈദ്യുതി ലൈനുമായി ബന്ധപ്പെട്ട് സ്കൂൾ മാനേജ്മെന്റിന് നോട്ടീസ് നൽകിയിരുന്നുവെന്നും മന്ത്രി കൃഷ്ണൻകുട്ടി 24നോട്. വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി നമ്മോടൊപ്പം ചേരുകയാണ്. വളരെ വേദനാജനകമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ മറ്റു തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തും. ആ ലൈൻ അവിടെ നിന്ന് മാറ്റി എന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുറ്റക്കാർ എന്തെങ്കിലും അനാസ്ഥ നടന്നിട്ടുണ്ട് എന്ന് ഈ ഒരു ഘട്ടത്തിൽ അങ്ങ് കരുതുന്നുണ്ടോ? അനാസ്ഥ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടിയെടുക്കുക, യാതൊരു സംശയമില്ല. അന്വേഷിച്ചിട്ട് നടപടിയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ CCTV കണ്ടോ? നിങ്ങളാരെങ്കിലും കണ്ടു? എന്ത് തോന്നി? മുകളിലേക്ക് കയറി എന്നുള്ളത് വാസ്തവമാണ്. ഇതിപ്പോൾ ഇനി പൊക്കി വെച്ചാലും ആ കുട്ടി കയറില്ല എന്നുള്ളത് ഞാനതിന് കുറ്റം പറയലല്ല, അബദ്ധം വന്നതാണ്. അതുമല്ല, ആ ഷെഡ് ഉണ്ടാക്കി ആ ഷെഡ് അടച്ചു വെച്ചതിന് പൊളിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ആ ഷെഡ് ഉണ്ടാക്കിയത് ഏറ്റവും വലിയൊരു തെറ്റല്ലേ? അത് പഞ്ചായത്തിൻ്റെ പെർമിഷൻ, അത് സൂപ്പർവിഷൻ നോക്കിയില്ല എന്നുള്ളത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ജീവനക്കാരുടെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. ജീവനക്കാർ ഈ 2014 വെച്ചിട്ട് എത്രയാണ് വർക്ക് ലോഡ് കൂടിയിരിക്കുന്നത് അറിയോ? അതും നമ്മൾ കണക്കാക്കണം, എല്ലാം കണക്കാക്കണം. അവരും മനുഷ്യരല്ലേ. അപ്പോൾ അതെല്ലാം കൂടി കണക്കാക്കിയിട്ട് ഇനി ഇത് വരാതെ ഇരിക്കാൻ ഒരു സഹായമാണ് വേണ്ടത്. അതിൽ ഏറ്റവും വലിയ സഹായം ചെയ്യേണ്ടത് നിങ്ങളാണ്. മീഡിയ ഒരു വീട്ടിൻ്റെ മുകളിൽ കൂടെ ലൈൻ പോയി അത് മാറ്റാൻ പോയാൽ എല്ലാവരും കൂടി ബഹളമുണ്ടാക്കി നിങ്ങളതിനെ വലിയ വാർത്തയാക്കും. അതൊന്ന് മാറി ഇനിയുമെങ്കിലും ഇത് വരാതിരിക്കാൻ ലക്ഷക്കണക്കിന് വീടുകളിൽ ഇതുണ്ട്, ഈ സംഭവമുണ്ട്. ഇത് കോൺട്രാക്ടർ സൂപ്പർവിഷൻ നടന്നിട്ടില്ല എന്നുള്ള കാര്യം വസ്തുതയല്ലേ? ഒരു സൂപ്പർവിഷൻ നടന്നില്ല. അവർക്ക് ഇൻറ്റിമേഷൻ കൊടുത്തിട്ടുണ്ട്. അവർ 2 മാസം 15 ദിവസം മുമ്പ് കൊടുത്തിട്ടുണ്ട്. കൊടുത്തപ്പോൾ ബോർഡ് വെച്ച് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവർ വിട്ടത്. സ്കൂള് അവർ വിട്ടത്. കാലം അവിടെ ഒന്ന് മാറ്റി കുഴിക്കാൻ വേണ്ടി ഒരു പെർമിഷൻ ചോദിച്ചതാണ്. എന്നാലും ഇത് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി അതിനും കൊടുത്തില്ല. ഇതൊക്കെയാണ് വസ്തുത. എന്തായാലും വിശദമായ അന്വേഷണത്തിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും നടക്കുമെന്നാണ് പറയുന്നത് വലിയ മേഖലയിൽ. അപ്പോൾ ഇതിനൊരു രാഷ്ട്രീയമായിട്ടും അടക്കം വലിയ ചർച്ചയാണിത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കാലത്ത് നടന്നതിൻ്റെ കണക്ക് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാനത് പറയണോ? അന്ന് ഇവരെന്ത് ചെയ്തു? ഇതൊരു രാഷ്ട്രീയ പ്രചോദനം, തൻ്റെ കുറ്റങ്ങൾ മറയ്ക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് കുറ്റങ്ങൾ മറയ്ക്കാൻ വേണ്ടി ഇതിനെ കൊണ്ട് ഉപയോഗിക്കുക എന്നല്ലാണ്ട് എന്താ ഇതിൽ ചെയ്തിരിക്കുന്നത്? ഇതിൽ ഞാൻ എന്ത് ചെയ്യും? ഇതിന് മുമ്പ് ഇവരുടെ കാലത്ത് എത്ര ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്? എൻ്റെ കണക്കുണ്ട്. അന്നത്തെ ലൈനും കണക്ഷനും എത്ര വർദ്ധിച്ചിട്ടുണ്ട്? അല്ല, കണക്ക് പറയുന്നതിന് മുൻപേ എന്തായാലും ഒരു പ്രതിഷേധം എന്നുള്ള തരത്തിലേക്ക് പോകുമ്പോൾ അതിനെ ആ തരത്തിൽ തന്നെ രാജി എന്നുള്ള തരത്തിലൊക്കെ ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അത് അവസാനിപ്പിക്കുക, അതിന് മുന്നോട്ട് പോകുന്നില്ലല്ലോ അല്ലേ? അത് എങ്ങനെ? അത് എന്താ നമ്മൾ ചെയ്ത കുറ്റം? അതിൽ 3 ലൈനിൽ ഇതിപ്പോൾ ഈ ലൈൻ വരുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു ചെടി വെട്ടാൻ സമ്മതിക്കില്ല ആരും. അപ്പോൾ ബഹളമാവും. അപ്പോൾ അത് എല്ലാവരുടെയും കൂടി ഒരു സഹകരണവും മീഡിയേൻ്റെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു ആക്സിഡൻറ്റ് വരാതെ കഴിക്കാൻ ധനസഹായം കുട്ടിക്ക് ലഭിക്കുമെന്നുള്ള തന്നെയല്ലേ? നമ്മളിപ്പോൾ ഇന്നലെ തന്നെ അഡ്വാൻസ് ആയിട്ട് 5 ലക്ഷം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി അന്വേഷിച്ചിട്ട് ബാക്കിയും കൂടി കൊടുക്കും. കുടുംബത്തിനോടൊപ്പം തീർച്ചയായിട്ടും. ആ കുട്ടി പാവം അബദ്ധം പറ്റിപ്പോയതല്ലേ. ആ CCTV കണ്ടാൽ അറിയാലോ. അതാണ് മന്ത്രിക്ക് പറയാനുള്ളത്. മന്ത്രി 24നൊപ്പം ചേരുകയായിരുന്നു. രാജീവ് സുധീനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. താങ്ക് യു മിനിസ്റ്റർ കെ കൃഷ്ണൻകുട്ടി.